പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെയല്ല, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്, പരുന്തിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇതാണ് റാപ്ചർ. 7 വർഷത്തെ കഷ്ടകാലത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ആദ്യത്തെ 3.5 വർഷം കഷ്ടകാലം, ട്രിബുലേഷൻ. രണ്ടാമത്തെ 3.5 വർഷം ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോദ്രവ കാലഘട്ടം. 7 വർഷം മഹോദ്രവ കാലം അല്ല. 7 വർഷ കാലഘട്ടത്തിൽ ആദ്യത്തെ 3.5 വർഷം സഭ ഇവിടെ ഉണ്ടായിരിക്കും. 7 വർഷത്തിന് മുന്നേ ഉൽപ്രാവണം ഇല്ല. വചനപ്രകാരം റാപ്ചർ സംഭവിക്കുന്നത് 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്താകുന്നു. മിഡിൽ പോയിന്റിലാകുന്നു റാപ്ചർ സംഭവിക്കുന്നത്. 7 വർഷത്തിൽ 2520 ദിവസങ്ങളാണ് ഉള്ളത്. ഓരോ മാസത്തിലും 30 ദിവസം വെച്ചുള്ള കണക്ക്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 3.5 വർഷം 1260 ദിവസങ്ങളും രണ്ടാമത്തെ സെക്കൻഡ് 3.5 ഇയർ 1260 ദിവസങ്ങളും ആകുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അനന്തരം ഒരു കഴുക് എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ, അത് തെറ്റാണ്, പരുന്താണ് അവിടെ വരേണ്ടത്. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇവിടെ പറയുന്ന ഈ 3 കഷ്ടങ്ങൾ, 3 വൗസ്, അതാണ് സെക്കൻഡ് 3.5 ഇയറിലെ ഗ്രേറ്റ് ട്രിബുലേഷൻ കാലഘട്ടം. അതായത് സെക്കൻഡ് 3.5 ഇയർ എന്ന് പറയുന്നത് ക്രോധ കാലഘട്ടം ആകുന്നു. ആദ്യത്തെ 2 വൗസ്, 2 കഷ്ടങ്ങൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റേതും, അവസാനത്തെ കഷ്ടം, 3-ാമത്തെ വൗ, കുഞ്ഞാടിൻ്റെ ക്രോധവും ആകുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. ഇവിടെ പറയുന്നു വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു എന്ന്. സെക്കൻഡ് 3.5 ഇയർ ക്രോധ കാലഘട്ടമാകുന്നു. സെക്കൻഡ് 3.5 ഇയർ ഗ്രേറ്റ് ട്രിബുലേഷൻ കാലഘട്ടത്തിൽ സഭ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ രക്ഷ കംപ്ലീറ്റ് ആകുന്നത്? നമ്മുടെ സാൽവേഷൻ കംപ്ലീറ്റ് ആകുന്നത് റാപ്ചറിൻ്റെ ദിവസത്തിൽ, ഉൽപ്രാവണത്തിൻ്റെ ദിവസത്തിൽ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന്. ഇവിടെ സ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സഭയെയാകുന്നു. കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കുവാനാണല്ലോ പോയിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ, അവൾക്ക് വേണ്ടി ഒരുക്കിയ അവളുടെ പ്ലേസിലേക്ക് പറന്നു പോകേണ്ടതിന് കർത്താവ് പരുന്തിൻ്റെ ചിറകുകൾ നൽകുന്നു. കർത്താവ് സഭയെ ആരുടെ മുന്നിൽ നിന്നുമാണ് റാഞ്ചിക്കൊണ്ടു പോകുന്നത്? സർപ്പത്തിൻ്റെ മുന്നിൽ നിന്നും, എതിർ ക്രിസ്തുവിൻ്റെ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുന്നിൽ നിന്നുമാണ് സഭയെ കർത്താവ് എടുത്തുകൊണ്ടു പോകുന്നത്. കാരണം സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 പറയുന്നു, ആദ്യമേ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ എതിർ ക്രിസ്തു വെളിപ്പെടുകയും ചെയ്യാതെ ഉൽപ്രാവണം സംഭവിക്കുകയില്ല. അപ്പോൾ 7 ഇയർ ട്രിബുലേഷൻ്റെ മധ്യഭാഗത്ത് കർത്താവ് സഭയെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, ഹർഭാസോ ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ അവളെ എത്ര കാലമാണ് കർത്താവ് പോറ്റി രക്ഷിക്കുന്നത്? 1 കാലവും 2 കാലവും അരക്കാലവും. അതാണ് സെക്കൻഡ് 3.5 ഇയർ ആകുന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ കാലഘട്ടം. 1260 ദിവസങ്ങൾ. 1 കാലം എന്ന് പറയുമ്പോൾ 360, ഇരുകാലം എന്ന് പറയുമ്പോൾ 360, അരക്കാലം എന്ന് പറയുമ്പോൾ 360ൻ്റെ പകുതി, 180 ദിവസങ്ങൾ. ആകെ മൊത്തം 1260 ദിവസങ്ങൾ സെക്കൻഡ് 3.5 ഇയർ. കർത്താവ് വെളിപ്പാട് പുസ്തകം കോഡ് ഭാഷകളിലാണ്, സിംബോളിക് ലാംഗ്വേജുകളിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഗ്രഹിക്കുന്നത് 5 ജ്ഞാനമുള്ള കന്യകമാർ മാത്രം.
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 5 ബുദ്ധിയുള്ള കന്യകമാർ സെപ്പറേറ്റ് ജാറിൽ പ്രവചനത്തിൻ്റെ നോളേജ് ഓയിൽ കളക്ട് ചെയ്ത് നല്ല അറിവ്. ഈ 3.5 വർഷത്തെ ഇരുട്ടായ പാതയിൽ ഞാൻ എന്തു ചെയ്യണം? ഒരു രാത്രിയോട് 7 വർഷത്തെ ഉപമിച്ചിരിക്കുന്നു. ആ രാത്രിയുടെ കറക്റ്റ് മിഡ് നൈറ്റ് അവറിലാണ് മണവാളൻ വന്നത്. മിഡ് പോയിന്റിലാണ് വന്നത്. മിഡ് ഹെവനിലേക്ക്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്ററുകളുടെ മിഡിലായിട്ടുള്ള 12ാമത്തെ ചാപ്റ്ററിൽ റാപ്ചറിനെ പറ്റി എഴുതിയിരിക്കുന്നു. ജ്ഞാനമുള്ളവർ ഗ്രഹിച്ചാട്ടെ. ദൈവത്തിൻ്റെ സഭ എൻ ടൈമിൽ യുഗം ക്ലോസ് ചെയ്യുന്നതിന് മുന്നേയുള്ള 7 വർഷ കാലഘട്ടത്തിൽ സത്യം തിരിച്ചറിഞ്ഞ് ഉൽപ്രാവണത്തെപ്പറ്റി വചനം എന്തു പറയുന്നു എന്ന് തിരിച്ചറിയണം. സത്യം തിരിച്ചറിഞ്ഞ് കാലഘട്ടം തിരിച്ചറിഞ്ഞ് ഹൃദയം ശുദ്ധമാക്കി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം. ഈ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടതായ സകലതും, സകല ജ്ഞാനവും പരിജ്ഞാനവും ഡിസേൺമെൻറ്റും, ഗ്രേറ്റ് ഫെയ്ത്ത്, ഉറപ്പായ വിശ്വാസം, സഹനശക്തി, ക്ഷമ, പ്രത്യാശ, നല്ല ക്യാരക്ടർ, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ബി റെഡി ഫോർ റാപ്ചർ. പ്രൈസ് ദി ലോർഡ്.